RS ശിവകുമാർ, ഇപ്പോൾ കേരള സർവകലാശാലയിലെ അസിസ്റ്റന്റ് ഗ്രേഡ് നിയമനം, ആ വിഷയത്തിൽ താങ്കൾ നടത്തിയ വലിയ നിയമ പോരാട്ടവും ഇടപെടലുമൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലുള്ളതാണ്. ഈ സർവകലാശാലകളിലും മറ്റും ഇത്തരത്തിൽ സ്ത്രീകയറ്റലും ക്രമക്കേടുമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ PSCയിലേക്ക് വരുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണ് നമ്മൾ പൊതുവിൽ കരുതുന്നത്. ഇപ്പോൾ ക്യാഷ്വൽ ലേബർ എന്ന് രേഖപ്പെടുത്തിയാൽ ഇപ്പോൾ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറുടെ യോഗ്യതയായി PSC അംഗീകരിക്കില്ല. പക്ഷേ ഇപ്പോൾ ഈ വാർത്ത വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ അതിവേഗം PRDയിൽ ഫയലുകൾ നീങ്ങി വളരെ വേഗത്തിലാണ് ഉദ്യോഗസ്ഥർ ഈ 100ഓളം പേരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകിയതിൽ അതിൽ 15ഓളം പേർ ഈ പട്ടികയിൽ പെട്ടിട്ടുമുണ്ട്. അപ്പോൾ PSCയും സർക്കാർ സംവിധാനങ്ങളും ഒത്തുകളിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൂപ്പുകുത്തിപ്പോയതാണോ? ആകെ കൂടി ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് PSC വളരെ പെർഫെക്റ്റ് ആണ്, സുതാര്യമാണ്. നമുക്ക് ജനങ്ങൾക്കും ഉദ്യോഗാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഒന്നുപോലെ വിശ്വാസമുള്ള ഒരു സ്ഥാപനമാണ് PSC. അതുകൊണ്ട് ഏത് നിയമനങ്ങൾ നടന്നാലും PSCക്ക് വിടണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. കേരള സർവകലാശാലയിൽ നടന്ന അസിസ്റ്റന്റ് കുംഭകോണം വന്നപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനോട് ആവശ്യപ്പെട്ട അടിയന്തരമായി സർവകലാശാല നിയമനം PSCക്ക് വിടണമെന്നാണ്. തീർച്ചയായിട്ടും PSCക്ക് വിട്ടു. അന്നും വ്യക്തമായും നിയമപ്രകാരമുള്ള ടെസ്റ്റ് നടത്തി 2000-ഓളം പേരെ നിയമിച്ചു. അന്ന് നിയമിച്ചത് കൊണ്ട് കുറെ മിടുക്കന്മാരായ കുട്ടികൾക്ക് പ്രവേശനം കിട്ടി. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല. ഈ വളരെ കുറച്ച് അവർ ചെയ്യുന്നത് കൂടുതൽ പോസ്റ്റുള്ളതിനൊന്നും നിയമനങ്ങൾ നടത്തില്ല. ഇവർക്ക് താല്പര്യമുള്ള ചെറിയ ചെറിയ പോസ്റ്റുകൾ 200-300 അപേക്ഷ ഉള്ളവരെ ടെസ്റ്റ് നടത്തുക, അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തുക. ടെസ്റ്റിൽ ഇന്റർവ്യൂവിൽ അവിടെ കൃത്യമായ മാർക്കുണ്ട്. 11, 12, പരമാവധി 14 വരെ കൊടുക്കാനൊക്കെ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുന്നു. ഇപ്പോൾ ജോസഫ് മാത്യു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല, 100% ശരിയാ. PRDയിലെ ഈ പബ്ലിക് റിലേഷൻസ് ഓഫീസർമാരുടെ നിയമനത്തില് വ്യക്തമായ അഴിമതി നടന്നു എന്നുള്ള സംശയം വേണ്ട. കാരണം കാഷ്വൽ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ആ എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ നിയമനം നടക്കുന്നതിന് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ജോലി കൃത്യമായും വ്യാജമായ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നു, അവർക്ക് വേണ്ടപ്പെട്ടത് കൊടുക്കുന്നു, പരീക്ഷിക്കുന്നു. അതുമാണ് ഇപ്പോഴും നടക്കുന്ന എന്താ, PSC ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് ക്വാളിഫൈഡ് അല്ലാത്തവരെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഈ പബ്ലിക് റിലേഷൻസ് ഓഫീസർമാർക്കെല്ലാം ക്വാളിഫൈഡ് അല്ലാത്ത കാഷ്വൽ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് പ്രവേശനം കൊടുത്തത്. സർവകലാശാല PROമാരെ ഇപ്പൊ നിയമിച്ച റാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നു. അതിനേക്കാളും ഇന്നലെ എനിക്ക് കിട്ടിയ റിപ്പോർട്ടിംഗ് ഞെട്ടിപ്പിക്കുന്നതാണ്. ഡയറ്റിൽ ഈ അടുത്ത 155 വരെ ഈ ഗവൺമെന്റ് വരുന്നതിനും 5 ദിവസത്തിന് മുമ്പ് തിരക്കിട്ട് നിയമിച്ചു. ഡയറ്റ് നിയമിച്ചിരിക്കുന്ന ആൾക്കാരിൽ വലിയൊരു വിഭാഗം ലെക്ചർമാരുടെ പോസ്റ്റാണ്, ഗസറ്റഡ് പോസ്റ്റാണ്. വലിയൊരു വിഭാഗം CPMന്റെ അനുഭാവികളും ആണ്. ഇവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയത് പോലും ഇവരുമായിട്ട് അടുത്ത സ്വാധീനമുള്ള ആൾക്കാരാണ്. മറ്റൊരു കാര്യം കൂടെ ഇന്ന് കിട്ടുന്ന പലയിടത്തുനിന്നും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം PSCയെ കുറിച്ചുള്ള ധാരണ മാറി. കാര്യം ഞാൻ കേരളത്തിൽ ഏറ്റവും മോശപ്പെട്ട വ്യാജ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്ന, വ്യാജ PhD കൊടുക്കുന്ന ഒരു സർവകലാശാലയാണ് സംസ്കൃത സർവകലാശാലയിലെ ഈ അധ്യാപകരെല്ലാവരും നമ്മളെ PSCയിലെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിയേഴ്സും ഇവാലുവേറ്റേഴ്സുമാണ്. അവിടെയുള്ള വിദ്യാർത്ഥികൾ വലിയൊരു ഭാഗത്തിന് ഈ PSC വഴി ജോലി കിട്ടുന്നുണ്ട്. ഇതെല്ലാം വളരെ ഗുരുതരമാണ്. PSCയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്ന നിയമനങ്ങൾ മുഴുവനും തട്ടിപ്പുണ്ട്. KS ഉൾപ്പെടെ KS തന്നെ വളരെ വലിയ DFIയുടെ നേതാക്കന്മാരുടെ ഭാര്യമാര് വരെ ഇങ്ങനെ കയറ്റുന്നതായും പരിശോധിക്കണം. 30% ആൾക്കാര് KS പെർഫെക്റ്റ് ആണ്, ബാക്കി മുഴുവനും ഇവർ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ കയറ്റിയിരുന്നു. അപ്പം ചെയർമാനും മറ്റ് PSC മെമ്പേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചു. എന്റെ അടുത്ത സുഹൃത്തുക്കളായ PSC മെമ്പേഴ്സ് ഉണ്ട്. അവര് പറയുന്നത് ഞങ്ങൾക്ക് ഒന്നും അറിയാൻ കഴിയുന്നില്ല. CPMന്റെ അംഗങ്ങളും പറയുന്നുണ്ട് അവിടെ ഒരു കോക്കസ് ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ചെയർമാനോടൊപ്പം 2-3 മെമ്പേഴ്സ്. അതിൽ പ്രധാനമായിട്ടുള്ളത് AKGCTയിലെ അധ്യാപക സംഘടനയുടെ നേതാവായിട്ട് നടന്ന പ്രിയ വർഗീസ് രാകേഷ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാകേഷിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തതിന് പകരം അദ്ദേഹത്തിന് PSC മെമ്പറായിട്ട് കൊടുത്തു. അദ്ദേഹവും DYFIയുടെ നേതാവായിരുന്ന 32 വയസ്സുള്ള, ചരിത്രത്തിൽ ആദ്യമാണ് 32 വയസ്സായിരുന്നു PSC മെമ്പറാക്കുന്നത്. ആ ഡോക്ടർ പ്രിൻസി കുര്യാക്കോസും ആണ് ഈ കോക്കസിലുള്ളത്. ഇവരാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റേഴ്സിനെ ആരും കണ്ടുപിടിക്കുന്നു, അത് നമ്മുടെ ചെയർമാൻ കൊടുക്കുന്നു, ചെയർമാൻ അതിനെ രഹസ്യമായി തീരെ കൺട്രോൾ കൊടുക്കുന്നു. അവിടെ വലിയ ഫോക്കസ് ചെയർമാന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്വന്തക്കാരെ പാർട്ടി സർവീസ് കമ്മീഷനാക്കി PSCയിൽ നിയമനം നടത്താൻ. അല്ല, അതിനൊപ്പം തന്നെ മറ്റൊരു ഭാഗം കൂടിയുണ്ടല്ലോ. ഇപ്പൊ PRDയിൽ ഈ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ ഫയലുകൾ നീങ്ങിയ ഒരു വേഗത കൂടി നോക്കിയാൽ ഇപ്പോൾ 2025 ഡിസംബർ 29 വെരി അർജന്റ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഫയൽ വേഗത്തിൽ നീങ്ങുന്നു. അപേക്ഷ ലഭിച്ച അതേ ദിവസം PRD ഡയറക്ടർ തീരുമാനമെടുക്കുന്നു.
അപ്പോൾ PSC-യിൽ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്, സമാനമായി സർക്കാരിൽ മറ്റൊരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. ഗവൺമെന്റിലും PSC-യിലും PSC ഓഫീസിലും ചെയർമാൻ ഉൾപ്പെടെ ഒരു കോക്കസ് ആണ് ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം അവിടെ ജോലി കിട്ടുന്നത്. ജോലി കിട്ടി കഴിയുമ്പോഴാണ് അറിയുന്നത്. അതേസമയം നമ്മുടെ പ്രധാനപ്പെട്ട റാങ്ക് ഈ അധ്യാപകരെടുക്കാം. അധ്യാപകരുടെ റാങ്ക് പറ്റിയ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കോമേഴ്സ് ആരെയും നിയമിക്കുന്നില്ല. അവിടെ റാങ്ക് പറ്റി ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ സ്വാധീനമുള്ളവരെ മാത്രം ഇന്റർവ്യൂ നടത്തി നിയമനം കൊടുക്കുന്ന പ്രക്രിയയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ PSC നടക്കുന്നത്. അതുകൊണ്ട് അവസാനത്തെ പ്രധാനമാണ്. കഴിഞ്ഞ 10 വർഷമായി നടക്കുന്നു. ഇപ്പോൾ PRD-യുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ ഇത് ആദ്യമായിട്ടല്ലോ ചർച്ചയ്ക്ക് വരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും നടക്കില്ലല്ലോ എന്ന് ആശ്വസിക്കുകയായിരുന്നു അന്ന് പരീക്ഷ എഴുതിയ എനിക്കൊപ്പം. ഇപ്പോൾ ഞാൻ പരീക്ഷ എഴുതിയ ആളല്ല, എനിക്കൊപ്പം ജോലി ചെയ്യുന്ന പല മാധ്യമപ്രവർത്തകരും നേരത്തെയും പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകളാണ് ഈ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ അടക്കമുള്ള തസ്തികകളിലേക്ക്. അന്ന് പക്ഷേ വേണ്ടപ്പെട്ട ആളുകൾക്കെല്ലാം നിയമനം ലഭിക്കുന്നു. എന്തായാലും സ്ഥിതി ഇപ്പോൾ കുറെ കൂടി ആ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാവുകയാണ്. അതും മറ്റൊരു മാധ്യമപ്രവർത്തക ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഉദ്യോഗാർത്ഥി എന്ന ജിഷ എലിസബത്ത് നൽകിയ പരാതി തുടർന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. തൽക്കാലത്തേക്ക് ഈ നിയമന നടപടികൾ നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലെ കാര്യങ്ങൾ എത്തുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ കൂടി ഗൗരവത്തിൽ ഇടപെടുന്നുമുണ്ട്.